ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണണേ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രത്യേകിച്ച് ക്രിസ്മസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കേക്ക് വാങ്ങുന്നവരാണ്. അതുപോലെ ക്രിസ്മസിനൊക്കെ നമ്മൾ കേക്ക് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല കാശാവുകയും ചെയ്യും. പ്ലം കേക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ റിലേറ്റീവ്സിനും വീട്ടുകാർക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല കേട്ടോ, നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 50 ഗ്രാം കാഷ്യൂനട്ട്, 100 ഗ്രാം ഈന്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി 100 ഗ്രാം, 100 ഗ്രാം ചെറിപ്പഴം, 5 ഗ്രാമ്പു, 2 പട്ട, 100 ഗ്രാം ഉണക്കമുന്തിരി, 1/2 കിലോ പഞ്ചസാര, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, 4 മുട്ട, ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ. ഇനി ഒരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെക്കുക. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതിൻ്റെ പകുതി പഞ്ചസാര എടുത്ത് ഇതിലേക്ക് ഇടണം. അതായത് നമ്മൾ 1/2 കിലോ പഞ്ചസാരയാണ് എടുത്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പകുതി, അതായത് 1/4 കിലോ പഞ്ചസാരയാണ് നമ്മൾ ആദ്യം ഇതിലേക്കിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ലേശം വെള്ളം ചേർത്ത് നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. അതായത് ഒരു 1/4 കപ്പൊക്കെ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. പഞ്ചസാര നല്ല മെൽറ്റായിട്ട് കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്, കിസ്മിസ്, ഈന്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം കൂടി ഈ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒന്ന് സെറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് ലൂസാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഈ ഒരു പാനി ഒന്ന് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പകുതി നാരങ്ങയുടെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അത് തണുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പഞ്ചസാരയും ഏലക്കയും ഗ്രാമ്പൂ പട്ട എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞു വന്നതിന് ശേഷം 4 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. അതിലേക്ക് ചെറിയൊരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. അതിനോടൊപ്പം ലേശം വാനില എസൻസും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും മിക്സിയിൽ നന്നായിട്ട് അടിച്ച് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഈ കാണുന്ന പോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദ മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത മാവിന് നമ്മൾ ഈ കാണുന്ന വിധം നേരത്തെ മാറ്റി വെച്ച ആ ബാറ്ററിലിട്ട് കുറേശ്ശെ ഒരു വശത്തേക്ക് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു മിശ്രിതം ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പും കിസ്മിസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിശ്രിതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് 1 കിലോ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡാണ് കേട്ടോ. ഈ ഒരു മോൾഡിലേക്ക് ലേശം സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന മോൾഡിൻ്റെ അളവിൽ തന്നെയാണ് ബട്ടർ പേപ്പറും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നിങ്ങൾക്കിപ്പോൾ വശങ്ങളിലേക്ക് ആവശ്യമില്ലെങ്കിൽ മോൾഡിൻ്റെ അകത്തെ വശത്തിൻ്റെ ആ ഒരു അളവെടുത്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞങ്ങളിവിടെ 2 മോൾഡാണ് എടുത്തിട്ടുള്ളത്, 1 കിലോയുടേതും 1/2 കിലോയുടേതും. നമ്മൾ മോൾഡെല്ലാം റെഡിയാക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞങ്ങൾക്ക് മൊത്തം 3 മോൾഡിലേക്ക് ഒഴിക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു. അതായത് 1 കിലോയുടേത്, 1/2 കിലോ, 1/4 കിലോയുടേത്. നമ്മൾ ബാറ്റർ ഇതുപോലെ മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. കാരണം അതിനകത്ത് എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ ആ ബാറ്റർ നമുക്ക് നേരെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഹീറ്റ് ആവാൻ 200-ലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് നമുക്കിതും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.